ഇന്ന് നമുക്ക് ഒരു ഗെയിമിനുള്ളിൽ പെട്ടുപോയ നായികയുടെയും നായകന്റെയും കഥ പറയുന്ന സസ്പെൻസ് ത്രില്ലർ തമിഴ് മൂവിയായ ട്രെൻഡിങ്ങിന്റെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, യൂട്യൂബേഴ്സായ നായികയും നായകനും ഇവരുടെ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനൽ അത്യാവശ്യം ഫേമസ് ആണ്. യൂട്യൂബിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അവർ രണ്ടുപേരും ജീവിക്കുന്നതും. ജോലിയെല്ലാം ഉപേക്ഷിച്ച് യൂട്യൂബിന് വേണ്ടി തന്നെയാണ് അവർ ജീവിക്കുന്നതെന്ന് തന്നെ പറയാം. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് അവരുടെ യൂട്യൂബ് ചാനൽ ഡിലീറ്റ് ആയി പോകുന്നു. അതേസമയം ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നും അവർക്ക് കോളും വരുന്നു. ആ കോൾ എടുക്കുന്ന സമയത്ത് ഒരു ഗെയിമുണ്ട്, അതിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും, 2 കോടി രൂപയാണ് സമ്മാനമെന്നും പറയുന്നു. എന്നിട്ട് ആ ഒരു ഗെയിമിന്റെ റൂൾസ് ഒക്കെ പറയുകയാണ്. ഏകദേശം നമ്മുടെ ബിഗ് ബോസ്, സ്ക്വിഡ് ഗെയിം അതുപോലെയൊക്കെ തന്നെയാണ്. അവർ നേരിടേണ്ടി വന്നത് കടുത്ത ടാസ്കുകളായിരുന്നു. ആ ഒരു ഗെയിമിൽ പങ്കെടുത്തതോടുകൂടി വർഷങ്ങളായിട്ട് നായകനിൽ നിന്നും തന്റെ ഭാര്യ മറച്ചുവെച്ച ഒരു സത്യവും അവൻ അറിയുവാനായും കഴിഞ്ഞു. എന്തായിരിക്കും ആ സത്യം? അവസാനം അവരെന്തെല്ലാം നേരിടേണ്ടി വന്നു? അവർക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ അറിയണ്ടേ? എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുമ്പോൾ നായകനായ അർജുനെയും നായികയെ മീരയുമാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചതാണ്. കൂടാതെ ഇവർ രണ്ടുപേരും യൂട്യൂബേഴ്സുമാണ്. ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. ഈ യൂട്യൂബ് ചാനൽ നല്ല ഫേമസ് ആയ ചാനലാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും ഒരുപാട് കാശ് അവർക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു കാശ് ഉപയോഗിച്ച് ലക്ഷറി ആയിട്ടുള്ള ലൈഫാണ് അവർ ജീവിക്കുന്നതും. EMI ഇട്ട് ഒരു വീടും വാങ്ങി, പിന്നെ ഒരുപാട് കടമൊക്കെ വാങ്ങി കൂട്ടിയിട്ടുണ്ട്. യൂട്യൂബിൽ നിന്ന് കാശ് വരുന്ന സമയത്ത് അതൊക്കെ എടുത്തിട്ട് കടം തീർക്കാമല്ലോ എന്നാണ് ഇവരുടെ രണ്ടുപേരുടെയും പ്ലാനും. മാത്രവുമല്ല, രണ്ടുപേരും കപ്പിൾസ് വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ വർഷത്തെ ഏറ്റവും നല്ല കപ്പിൾസിനുള്ള അവാർഡ് കിട്ടിയത് അർജുനും മീരയ്ക്കുമായിരുന്നു. അവാർഡ് പോലെ തന്നെ യഥാർത്ഥ ലൈഫിലും ഇവർ രണ്ടുപേരും നല്ല കപ്പിൾസാണ്. നല്ല അണ്ടർസ്റ്റാൻഡിങ്ങും ഇവർക്കിടയിലുണ്ട്. അർജുനും മീരയ്ക്കും ജോലി ഉണ്ടായിരുന്നതാണ്. എന്നാൽ അവർ യൂട്യൂബ് ചാനൽ ആരംഭിച്ച് ചാനൽ അത്യാവശ്യം ക്ലിക്കായി. അവരെ നാട്ടുകാരൊക്കെ അറിയാൻ തുടങ്ങിയതോടുകൂടി ജോലിയൊക്കെ ഉപേക്ഷിച്ച് യൂട്യൂബ് ചാനലിന് വേണ്ടി മാത്രമാണ് രണ്ടുപേരും ഇരിക്കുന്നതും. അതുവഴി അവർക്ക് ഒരുപാട് വരുമാനം കിട്ടുന്നുണ്ട്. അതിലൂടെ അവരുടെ ജീവിതവും നല്ല സന്തോഷത്തോടു കൂടി അടിച്ചു പൊളിച്ചാണ് മുന്നോട്ട് പോകുന്നതും. ഒരു ദിവസം രാത്രി മീര തന്റെ കൂട്ടുകാരികൾക്കൊപ്പം ഒരു പാർട്ടിയിൽ പങ്കെടുക്കുവാനായും പോയി. അതുപോലെ തന്നെ അർജുനും തന്റെ കൂട്ടുകാരെ കാണുവാനായും പോയി. എന്നാൽ മീര കൂട്ടുകാരികളോട് പറയുന്നുണ്ട്, യൂട്യൂബ് ചാനലില് നല്ല വല്ല കണ്ടന്റ് പോസ്റ്റ് ചെയ്താൽ മാത്രമേ നല്ല വ്യൂസ് കിട്ടൂ, അതുവഴി മാത്രമേ നല്ല വരുമാനവും വരൂ എന്നൊക്കെ കൂട്ടുകാരികളോട് പറയുന്നു. അതുപോലെ തന്നെ തന്റെ ഫ്രണ്ട്സിനെ കാണുവാനായി പോയ അർജുനും കൂട്ടുകാരോട് ഒരു ഞെട്ടിക്കുന്ന കാര്യം പറയും. ഞാൻ ഇന്ന് രാത്രി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, നാളെ രാവിലെ നിങ്ങളത് കാണുമ്പോൾ എല്ലാവരും ഞെട്ടും. കാര്യം അത്രയ്ക്ക് ഞെട്ടിക്കുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോ പോസ്റ്റ് ആകുന്നതിലൂടെ ഞങ്ങളായിരിക്കും യൂട്യൂബിൽ നമ്പർ 1 എന്നും അർജുൻ പറയുന്നു. എന്താണ് കണ്ടന്റ് എന്നുള്ള കാര്യം അർജുൻ കൂട്ടുകാരോട് പറയുന്നതേയില്ല. അങ്ങനെ അർജുൻ കൂട്ടുകാർക്കിട്ട് ഒരു സർപ്രൈസ് ഒക്കെ കൊടുത്തിട്ടാണ് പോകുവാനായി ഇറങ്ങുന്നതും. കാറിൽ കയറുന്ന സമയത്ത് തന്നെ അർജുൻ ഒരു കോൾ വരുന്നു. ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നാണ് വരുന്നത്. അയാളാണെങ്കിൽ പേരൊന്നും പറയുന്നതേയില്ല. ഹായ് അർജുൻ, ഞാനിപ്പോൾ നിങ്ങൾക്കൊരു ടാസ്ക് തരാനായി പോവുകയാ. അതിന് സമ്മതമാണെങ്കിൽ 3 തവണ നിങ്ങളുടെ കാറിന്റെ ഹോൺ അടിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങളുടെ റിയാലിറ്റി ഷോയിൽ നേരിട്ട് നിങ്ങൾ എൻ്റർ ആകുന്നതായിരിക്കും. അതുവഴി നിങ്ങൾക്ക് ഒരുപാട് ബെനിഫിറ്റും ഉണ്ടാകുമെന്നും ആ ഒരു വ്യക്തി പറയുന്നു. എന്നാൽ അത് കേട്ട് അർജുനാണെങ്കിൽ എന്തോ വശപിശക് തോന്നിയത് കാരണം അർജുൻ കോള് കട്ട് ചെയ്തിട്ട് നേരെ പോയി മീരയും പിക്ക് ചെയ്ത് തന്റെ വീട്ടിലേക്ക് വരുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അർജുൻ ഒരു കോൾ വരും. അവന്റെ കൂട്ടുകാരനാണ് വിളിച്ചിരിക്കുന്നത്. എടാ, നീ ഞങ്ങളെ ഞെട്ടിക്കുന്നൊരു കാര്യം നാളെ പോസ്റ്റ് ചെയ്യുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? എന്നിട്ട് ഇതാണോ നീ എല്ലാവരെയും ഞെട്ടിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്നത്? നീ വേഗം എഴുന്നേറ്റ് യൂട്യൂബിൽ കയറി നോക്കിയെന്ന് പറയുന്നു. അർജുനാണെങ്കിൽ കൂട്ടുകാരൻ പറയുന്നത് കേട്ട് ഉടനെ തന്നെ തന്റെ യൂട്യൂബ് ചാനൽ ഓണാക്കി നോക്കും. പക്ഷേ ഓൺ ആകുന്നില്ല. ചാനൽ ഡിലീറ്റ് ആയിരിക്കുകയാണ്. അത് കണ്ട് അർജുൻ എന്ത് ചെയ്യണമെന്നറിയത്തില്ല. അർജുൻ മീരയും വിവരം അറിയിച്ചു. ഇത്രയും നാളത്തെ അവരുടെ ഏക വരുമാനം എന്ന് പറയുന്നത് യൂട്യൂബ് ചാനലായിരുന്നു. ആ ഒരു ചാനലിനെ വിശ്വസിച്ച് അവർ ഒരുപാട് കടം വാങ്ങി കൂട്ടിയിരിക്കുകയാണ്. എന്നാൽ ദേ ഇന്ന് ആ ചാനൽ ഡിലീറ്റ് ആയിരിക്കുന്നു. രണ്ടുപേർക്കും സഹിക്കാനായി പറ്റുമോ? എന്താ പറ്റിയത് എന്നൊന്നും അറിയാതെ രണ്ടുപേരും വല്ലാതെ ടെൻഷനാകുന്നു. അർജുനും മീരയും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള കപ്പിളായതുകൊണ്ട് അവരുടെ ചാനൽ ഡിലീറ്റ് ആയ വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുന്നു. പല യൂട്യൂബ് ചാനലും അവരുടെ ഫോട്ടോ വെച്ച് അവരുടെ ചാനൽ ഡിലീറ്റ് ആയതിനെ കുറിച്ചുള്ള ന്യൂസ് ഒക്കെ അപ്ലോഡ് ചെയ്യുകയായിരുന്നു. അതെല്ലാം കാണുന്ന അർജുൻ ഇനിയൊന്നും നോക്കണ്ട, നമുക്ക് രണ്ടാമതൊരു ചാനൽ ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ട് അർജുൻ ആൻഡ് മീര 2.0 എന്ന അടുത്തൊരു ചാനൽ ആരംഭിക്കുന്നു.
ചാനൽ ആരംഭിച്ചു കഴിഞ്ഞതും 40,000 സബ്സ്ക്രൈബേഴ്സ് അവർക്കായി. എന്നാലും നെഗറ്റീവ് കമന്റ്സ് ആണ് വന്നുകൊണ്ടേയിരിക്കുന്നതും. അവർ മനഃപൂർവ്വമാണ് ചാനൽ ഡിലീറ്റ് ചെയ്തത് എന്നും പറഞ്ഞാണ് ആളുകൾ എല്ലാവരും കമന്റ് ചെയ്യുന്നതും. എന്നാൽ അർജുന് വല്ലാത്ത ടെൻഷൻ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ കടമൊക്കെ വീട്ടുന്നത്? ഇനി എന്ത് ചെയ്യും? നമ്മുടെ ആകെയുള്ള വരുമാനം യൂട്യൂബ് ചാനൽ ആയിരുന്നില്ലേ എന്നൊക്കെ അവൻ മീരയോട് സങ്കടത്തോടു കൂടി പറയുന്നു. അതേസമയം തന്നെയായിരുന്നു മീരയ്ക്കൊരു കോൾ വരുന്നതും. അർജുന് പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോൾ വന്നില്ലേ, അതേ നമ്പറിൽ നിന്ന് അതേ വ്യക്തി തന്നെയാണ് മീരയും വിളിക്കുന്നത്. മീരയോട് പറയും, ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരാം. ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുമെന്ന് പറയുന്നു. ഈ ഒരു ടാസ്ക് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ കോളിംഗ് ബെൽ 3 തവണ അമർത്തണമെന്നും പറയും. മീരയാണെങ്കിലോ കുറച്ചുനേരം ഒന്ന് ചിന്തിക്കും. എന്തായാലും ഒന്ന് അമർത്തി നോക്കാമെന്ന് കരുതി അവൾ 3 തവണ കോളിംഗ് ബെൽ അടിക്കുന്നു. അപ്പോഴേക്കും അവളുടെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ വന്നിരിക്കുന്നു. അത് കണ്ടതും അവൾ ഞെട്ടിപ്പോയി. ഉടനെ തന്നെ അർജുനെ കൊണ്ടുവന്ന് കാണിക്കും. ദേ, എനിക്കൊരു കോൾ വന്നു, എന്നിട്ട് കോളിംഗ് ബെല്ല് 3 തവണ അമർത്താൻ പറഞ്ഞു. ഞാൻ അതുപോലെ ചെയ്തപ്പോൾ എന്റെ അക്കൗണ്ടിലേക്ക് 2 ലക്ഷം രൂപ വന്നിരിക്കുന്നു. ഇതെന്തെങ്കിലും ഉടായിപ്പാണോ എന്നൊക്കെ അർജുനോട് ചോദിക്കും. അപ്പോൾ അർജുന് തന്നെ എന്നൊരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോൾ വന്നില്ലേ, ആ ഒരു കാര്യവും അർജുൻ ആലോചിക്കുകയാണ്. അർജുൻ പറയും, ഒരു കാര്യം ചെയ്യാം, ഈ കിടക്കുന്ന കാശ് മറ്റൊരു അക്കൗണ്ടിലേക്ക് നമുക്ക് മാറ്റാം. എന്തെങ്കിലും ഉടായിപ്പാണോ, കാശ് നഷ്ടമാകണ്ടല്ലോ എന്നൊക്കെ അവൻ ചിന്തിക്കുന്നു. അങ്ങനെ അവൻ മറ്റൊരു അക്കൗണ്ടിലേക്ക് കാശ് മാറ്റി. അതേസമയം തന്നെ വീണ്ടും അയാളുടെ കോൾ വരും. കോൾ എടുക്കുന്ന സമയത്ത്, ഹായ് അർജുൻ, ഹായ് മീര, ഞങ്ങളുടെ റിയാലിറ്റി ഷോയിൽ നിങ്ങൾ എൻ്റർ ആയിരിക്കുകയാണ്. അതിനുള്ള കാശാണ് നിങ്ങൾക്ക് ഞങ്ങൾ ഇട്ട് തന്നിരിക്കുന്നതും. ഈ റിയാലിറ്റി ഷോയിൽ കുറച്ച് ടാസ്ക് നിങ്ങൾക്ക് ഞാൻ തരും. ആ ഒരു ടാസ്ക് എല്ലാം പങ്കെടുത്ത് വിജയിച്ച് റിയാലിറ്റി ഷോ വിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് കോടികളാണ് വരാൻ പോകുന്നത്. 2 കോടി രൂപയാണ് പ്രൈസ് മണി എന്നും ആ ഒരു വിളിച്ചാൽ പറയുന്നു. അത് കേട്ടതും അർജുനും മീരയും അതിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിക്കുന്നു. അയാൾ പറയും, ഞങ്ങൾ തരാൻ പോകുന്ന ടാസ്ക് ഇനി വരാൻ പോകുന്ന 7 ദിവസം നിങ്ങൾ 2 പേരും വീട്ടിൽ നിന്നും പുറത്തിറങ്ങാനായി പാടില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഷോയിൽ വിൻ ചെയ്യുമെന്നും അയാൾ പറയുന്നു. അത് കേട്ട് അർജുൻ ചിന്തിക്കും, അവന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് ഈ ഒരു ടാസ്ക് ഏറ്റെടുക്കുന്നതാണ് നല്ലത്. കാശ് ഇൻവെസ്റ്റ് ഒന്നും ചെയ്യാതെ തന്നെ ഇങ്ങോട്ട് പണം കിട്ടുകയാണല്ലോ, അതും 7 ദിവസം വെറുതെ വീട്ടിലിരുന്നാൽ കാശ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാമെന്ന് അർജുനും മീരയും തീരുമാനിക്കുന്നു. അങ്ങനെ അവർ 2 പേരും ആ ഒരു ഷോയിൽ പങ്കെടുക്കുവാനായിട്ടും തയ്യാറാവുകയാണ്. തയ്യാറാണെന്ന് പറഞ്ഞ ഉടനെ തന്നെ അവരുടെ വീടിന് പുറത്തായിട്ട് ഒരു ബ്ലാക്ക് കളർ വാൻ വന്ന് നിൽക്കുന്നു. അതിൽ നിന്നും മുഖത്ത് മാസ്ക് ഒക്കെ വെച്ച് ഒരാളാണെങ്കിൽ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. എന്നിട്ട് അവരുടെ വീടിന് മുഴുവനും ക്യാമറയും പിന്നെ ഒരു ടിവിയും ഒക്കെ ഫിക്സ് ചെയ്ത് ടേബിളിന് മുകളിലായിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സും മറ്റൊരു ബോക്സും കുറച്ച് സാധനങ്ങളും ഒക്കെ വെച്ചിട്ട് പോകുന്നു. ടാസ്ക് ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. മാത്രവുമല്ല, വീടിന് പുറത്തായിട്ട് ഒരു യെല്ലോ കളറും റെഡ് കളറും ലൈൻ വരച്ചിട്ടുണ്ട്. ഒരു കാരണത്തെ കൊണ്ടും ആ ഒരു ലൈൻ കടക്കാനായും പാടില്ല. യെല്ലോ കളറും കടക്കരുത്, റെഡ് കളറും കടക്കരുത്. മാത്രവുമല്ല, നിങ്ങളുടെ ടേബിളിന് മുകളിലായിട്ട് ഒരു ഗിഫ്റ്റ് ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ഒരു ഗിഫ്റ്റ് ബോക്സ് ഒരിക്കലും ഓപ്പൺ ചെയ്യുവാനായും പാടില്ല. അഥവാ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പരിണിത ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നും ആ ഒരാൾ പറയുന്നു. അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ടിവിയിലൂടെയാണ് ആ ഒരു വ്യക്തി മാസ്ക് ഒക്കെ ഇട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും. അർജുനും മീരയ്ക്കും അടുത്ത ടാസ്ക് കൊടുക്കുകയാണ്. ചെറിയ ചെറിയ ടാസ്കുകളായിരുന്നു അത്. കൊച്ചു കുട്ടികളൊക്കെ കളിക്കുന്നത് പോലുള്ള ടാസ്ക്. അതിലെല്ലാത്തിലും 2 പേരും വിജയിക്കുകയും ഒക്കെ ചെയ്യും. പ്രൈസ് മണിയായിട്ട് അവർക്ക് കൊടുത്തത് 5 ലക്ഷം രൂപയും. അത് കാണുന്ന അർജുന് വല്ലാത്ത സംശയം. അല്ല, കൊച്ചു കുട്ടികളൊക്കെ കളിക്കുന്നത് പോലുള്ള ഇത്രയും ചെറിയ ടാസ്കിന് 5 ലക്ഷം രൂപയാണ് ഞങ്ങൾക്ക് സമ്മാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അത് സത്യത്തിൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ വരുമോ എന്നുള്ള സംശയം അവൻ ചോദിക്കുന്നു. അതിനുശേഷം അവർക്ക് 2 പേർക്കും അടുത്ത ടാസ്ക് കൊടുക്കുകയാണ്. അവരുടെ 2 പേരുടെയും ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ അവരൊരു റീല് പോസ്റ്റ് ചെയ്യണം. ആ പോസ്റ്റ് ചെയ്യുന്ന റീലിന് 50,000 ലൈക്കും കിട്ടിയിരിക്കണം. അതാണ് അടുത്ത ടാസ്ക്. അങ്ങനെ 2 പേരും എന്ത് ചെയ്യുമെന്നൊക്കെ ആലോചിക്കുന്നു. അർജുനാണെങ്കിലോ എന്തെങ്കിലും നെഗറ്റീവ് ചെയ്തു കഴിഞ്ഞാൽ ലൈക്ക് ഒരുപാട് കിട്ടുമെന്ന് ചിന്തിച്ച് ഉടനെ തന്നെ തന്റെ ബൈക്ക് അടിച്ചു പൊളിക്കുന്നതായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുവാനായും തീരുമാനിച്ചു. അതേസമയമായിരുന്നു മീര ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത്. അത് കുറച്ച് വൾഗറായിട്ട് അവളുടെ ബോഡിയൊക്കെ എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ആണ് അവൾ ഷൂട്ട് ചെയ്യുന്നതും. അതിന് പെട്ടെന്ന് തന്നെ ലൈക്കുകൾ കൂടിക്കൊണ്ടേയിരുന്നു. എന്നാൽ അത് കാണുന്ന അർജുന് വല്ലാത്ത ദേഷ്യം വന്ന് ടെറസിന് മുകളിലേക്ക് പോയി ടെറസിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യാൻ പോകുന്നു എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് അത് പോസ്റ്റ് ചെയ്യും. പക്ഷേ ആകെ അവന് കുറച്ച് ലൈക്കാണ് കിട്ടിയതും. ഉടനെ തന്നെ മീരയ്ക്കാണെങ്കിൽ 50,000 ലൈക്കുമായി. ആ ഒരു ടാസ്കിൽ വിൻ ചെയ്തത് മീരയായിരുന്നു. അവൾക്ക് കുറെ കാശും ക്രെഡിറ്റ് ആയി. അത് കാണുന്ന അർജുനാണെങ്കിലോ തന്റെ ഈഗോ ഇളവുകയാണ്. അവൻ ഉടനെ തന്നെ സങ്കടപ്പെട്ടിരിക്കുന്നത് കാണുന്ന മീരയാണെങ്കിൽ എന്തിനാ ഇതൊക്കെ ഇത്രയും വിഷയമാക്കി എടുക്കുന്നത്,
നമുക്ക് ഈ ടാസ്ക് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാശ് ഒരു 20 ലക്ഷം രൂപ ഒപ്പിച്ചിട്ട് നമുക്ക് ഈ ഒരു ഗെയിമൊക്കെ അങ്ങ് അവസാനിപ്പിക്കാം. അതുവരെ നീ ഒന്ന് ക്ഷമിക്കേ, നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാമെന്നും മീര പറയുന്നു. അങ്ങനെ രണ്ടുപേർക്കും ഇടയിൽ വീണ്ടും ഒരു അണ്ടർസ്റ്റാൻഡിങ് വരും. അവർ രണ്ടുപേരും ഒരുമിച്ച് തന്നെ ഗെയിം കളിക്കുവാനായും തീരുമാനിക്കുന്നു. ഇവർ രണ്ടുപേരും സംസാരിക്കുന്നതെല്ലാം CC ക്യാമറ വഴി നമ്മുടെ ആ ഒരു മാസ്ക് ഒക്കെ ധരിച്ച ആളില്ലേ, അയാൾ കേൾക്കുന്നുണ്ട്. ഓഹോ, അപ്പോൾ അങ്ങനെയാണോ നിങ്ങളുടെ പ്ലാനൊക്കെ? കാണിച്ചു തരാം, നാളത്തെ ടാസ്ക് ആവട്ടെ എന്ന് അയാൾ ചിന്തിക്കും. അങ്ങനെ അടുത്ത ദിവസം അവർക്ക് അടുത്ത ടാസ്ക് കൊടുക്കുകയാണ്. രണ്ടുപേർക്കും 2 ഇയർബഡ്സ് കിട്ടും. അതവർ ചെവിയിലേക്കും വെക്കുന്നു. എന്നിട്ട് ആ ഒരാൾ പറയും, ഒരു മ്യൂസിക് പ്ലേ ചെയ്യും. ആ സമയത്ത് നിങ്ങളൊരു ബെറ്റ് കെട്ടണം. അതും 3 ലക്ഷം രൂപയാണ് നിങ്ങളുടെ ബെറ്റിന്റെ എമൗണ്ട്. നിങ്ങൾ ആ ഒരു ബെറ്റിൽ ജയിക്കുകയാണെങ്കിൽ 3 ലക്ഷം രൂപ നിങ്ങൾക്ക് 6 ലക്ഷമായി തിരിച്ചു കിട്ടുമെന്നും അയാൾ പറയുന്നു. അതിന് രണ്ടുപേരും സമ്മതിക്കും. ടാസ്ക് ആരംഭിക്കുവാനായി പോകുന്ന സമയം തന്നെയായിരുന്നു മീരയുടെ അമ്മ ആരും പ്രതീക്ഷിക്കാതെ വീട്ടിലേക്ക് വന്നതും. അമ്മയ്ക്കറിയില്ലല്ലോ അവർ ഇങ്ങനൊരു ടാസ്കിലൊക്കെ പങ്കെടുത്തിരിക്കുകയാണ്, ഇങ്ങനൊരു ഷോ ചെയ്യുകയാണ് എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. എന്നാൽ അമ്മയെ അവർ അതറിയിക്കുന്നതേയില്ല. ഇത്തരമൊരു പരിപാടി അവിടെ നടക്കുന്നെന്ന് അമ്മയ്ക്ക് തോന്നാത്ത വിധമാണ് രണ്ടുപേരും പെരുമാറുന്നതും. അമ്മയോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം തന്നെ മീരയ്ക്കാണെങ്കിൽ ആ ഒരു മ്യൂസിക് കേൾക്കുകയാണ്. അവൾ ഉടനെ തന്നെ അടുക്കളയിലേക്ക് പോയി. മീര അടുക്കളയിലേക്ക് എത്തിയതും ഇയർബഡ്സിലെ മ്യൂസിക് ഓഫായിട്ട് നിങ്ങൾ ബെറ്റ് വെക്കാൻ തയ്യാറാണോ എന്ന് ഒരാൾ ചോദിക്കുന്നു. അതേ, തയ്യാറാണെന്നും മീര പറയും. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് അരമണിക്കൂറിനകം ഉണ്ടാക്കി അമ്മയ്ക്ക് കൊടുക്കണം. ആ ഫുഡ് കഴിച്ച ഉടനെ തന്നെ അമ്മ വീട്ടിൽ നിന്നും പോവുകയും വേണമെന്നും അയാൾ പറയുന്നു. അതനുസരിച്ച് ഇതൊക്കെ എനിക്ക് സിമ്പിൾ എന്നുള്ള രീതിയിൽ മീര അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട സാമ്പാർ സാദം ഉണ്ടാക്കുന്നു. എന്നാൽ മറ്റൊരു വശത്ത് അർജുന്റെ ഇയർബഡ്സിൽ മ്യൂസിക് കേൾക്കുകയാണ്. അവന് കൊടുത്ത ടാസ്ക് എന്തെന്നാൽ 10 മിനിറ്റിനകം മീരയുടെ അമ്മ വീട്ടിൽ നിന്ന് പോകണം. പക്ഷേ അർജുൻ നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നതാകരുത്, അമ്മ സ്വന്തം മനസ്സാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതായിരിക്കണമെന്നുമായിരുന്നു ടാസ്ക്. അതനുസരിച്ച് എന്ത് ചെയ്യുമെന്ന് അർജുൻ ചിന്തിക്കും. ഉടനെ തന്നെ അർജുൻ പറയും, മീരയുടെ അച്ഛന് ആക്സിഡന്റ് ആയി സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, ഇതേ കോള് വന്നെന്ന് അവൻ കള്ളം പറയുന്നു. അത് കേട്ട് വിശ്വസിച്ച് അമ്മ കരഞ്ഞുകൊണ്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങുന്നു. മീരയ്ക്കും വല്ലാത്ത ടെൻഷനായി. മീരയും പുറത്തേക്ക് വന്ന് അമ്മയെ യാത്രയാക്കുവാനായി നോക്കും. അപ്പോഴാണ് ആ ഒരു യെല്ലോ ലൈനിന്റെയും റെഡ് ലൈനിന്റെയും കാര്യം അവൾക്ക് ഓർമ്മ വരുന്നതും. അത് കടന്ന് പുറത്തേക്ക് വന്നാൽ ഈ ഒരു ഗെയിമിൽ നിന്ന് തന്നെ അവർ ഔട്ടായി പോകുമല്ലോ. അതുകൊണ്ട് തന്നെ ആ ഒരു ലൈനിന് അകത്ത് നിന്നുകൊണ്ടാണ് മീര തന്റെ അമ്മയെ യാത്രയാക്കുന്നതും. അത് കഴിഞ്ഞവൾ കരഞ്ഞുകൊണ്ട് അകത്തേക്ക് വരുന്ന സമയത്ത് അർജുൻ നിങ്ങൾ വിജയിച്ചിരിക്കുന്നുവെന്ന് ആ ഒരാൾ പറയുന്നു. അപ്പോഴാണ് അത് അർജുന് കൊടുത്ത ടാസ്ക് ആയിരുന്നുവെന്നും മീരയ്ക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു ടാസ്കിന് വേണ്ടിയിട്ടാണോ നീ എന്റെ അച്ഛൻ സീരിയസ് ആയിട്ട് കിടക്കുന്നുവെന്നും ആക്സിഡന്റ് ആയെന്നുമൊക്കെ അമ്മയോട് കള്ളം പറഞ്ഞത്? നിനക്ക് എത്ര മനസ്സുണ്ട് അങ്ങനെയൊക്കെ പറയാൻ? എന്റെ അമ്മയെ ഒരു ഹാർട്ട് പേഷ്യന്റാ, അമ്മയ്ക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ എന്ത് ചെയ്യുമെന്നൊക്കെയാണ് മീര കരഞ്ഞുകൊണ്ട് പറയുന്നതും. എന്നാൽ അർജുൻ പറയുന്നത്, ആദ്യം മീര ഒരു ഡയലോഗ് അടിച്ചില്ലായിരുന്നു, നമുക്ക് ആവശ്യമുള്ള കാശ് എങ്ങനെയെങ്കിലും ഈ ഒരു ഗെയിം വഴി ഒപ്പിച്ചെടുക്കണം, അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഗെയിം എല്ലാം അവസാനിപ്പിക്കാം എന്നവൾ പറഞ്ഞില്ലേ? അതേ ഡയലോഗ് തന്നെ അർജുൻ മീരയോട് പറയുന്നു. വീണ്ടും അവർ നല്ല രീതിക്ക് ആ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യുകയാണ്. അടുത്ത ദിവസം രാവിലെ അർജുൻ ഒരു മെയിൽ വരുന്നു. അവന്റെ ഡിലീറ്റ് ആയിപ്പോയ യൂട്യൂബ് ചാനല് തിരികെ കിട്ടിയിരിക്കുന്നു എന്നതായിരുന്നു. അർജുൻ ഒരുപാട് സന്തോഷമാകും. പക്ഷേ ആ ഒരു വിവരം മീരയെ അറിയിക്കത്തില്ല. കാരണം യൂട്യൂബ് ചാനൽ തിരികെ കിട്ടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മീര ഈ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്തില്ലെങ്കിലോ എന്നാണ് അവന്റെ ചിന്ത. അതുകൊണ്ട് തന്നെ ആ ഒരു ചാനൽ തിരിച്ചു കിട്ടിയ ന്യൂസ് അവളെ അറിയിക്കാതെ അവൻ മറച്ചു വെക്കുന്നു. അതേസമയം തന്നെ മീരയ്ക്ക് അടുത്ത ടാസ്ക് കൊടുക്കുകയാണ്. നിങ്ങളുടെ പഴയ യൂട്യൂബ് ചാനലിൽ 5 മിനിറ്റുള്ള ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുക. അതായിരുന്നു അവൾക്ക് കൊടുത്ത ടാസ്ക്. അപ്പോൾ അവൾ ചോദിക്കും, ഡിലീറ്റ് ആയി പോയി കഴിഞ്ഞ ചാനലിൽ ഞാൻ ഇനി എന്ത് ചെയ്യാനാ, എങ്ങനെയാ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ടാസ്ക് എനിക്കെന്തിനാ തരുന്നതെന്ന് പറഞ്ഞ് മീര ദേഷ്യപ്പെടുന്നു. അപ്പോൾ അതിന് മറുപടിയായിട്ട് ആ മാസ്കിട്ട ആൾ പറയും, നിന്റെ ഹസ്ബൻഡിനോട് പോയി പഴയ അക്കൗണ്ടിനെ കുറിച്ചുള്ള കാര്യമൊന്ന് തിരക്ക്, അപ്പോൾ അറിയാമെന്ന് പറയും. അപ്പോഴാണ് അവൾക്ക് ആ ഒരു യൂട്യൂബ് ചാനൽ തിരികെ കിട്ടിയ കാര്യം മനസ്സിലായതും. അവൾ ഉടനെ തന്നെ അർജുനോട് പോയി ആ ഒരു കാര്യം ചോദിക്കുന്നു. അവനാണെങ്കിലോ, നീ ഈ ഒരു ഗെയിമിൽ നിന്നും ക്വിറ്റ് ചെയ്യുമെന്ന് പേടിച്ചാ ഞാൻ ഈ ഒരു കാര്യം നിന്നോട് തുറന്നു പറയാതിരുന്നത് എന്നുള്ള കാര്യം അർജുൻ മീരയോട് പറയുന്നു. നമുക്ക് കാശല്ലേ വലുത്, എങ്ങനെയെങ്കിലും നമുക്ക് ആവശ്യമുള്ള കാശ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കണമല്ലോ എന്ന് പറഞ്ഞ് അവളെ വീണ്ടും ബ്രെയിൻ വാഷ് ചെയ്യുന്നു. മീരയിൽ നിന്നും ആ ഒരു കാര്യം മറച്ചു വെച്ചതിൽ മീരയ്ക്ക് വല്ലാത്ത ദേഷ്യമായിരുന്നു. രണ്ടുപേരും ചെറുതായിട്ട് പിണങ്ങിയിട്ടാണ് അന്നേ ദിവസം ഉറങ്ങുവാനായി കിടന്നതും. അടുത്ത ദിവസം അർജുന്റെ പിറന്നാളായിരുന്നു. മീര അവന് വേണ്ടിയിട്ട് കേക്കും ഒരു ഗിഫ്റ്റ് ബോക്സും കൊണ്ടാണ് അവനടുത്തേക്ക് വരുന്നതും. ഗിഫ്റ്റ് ബോക്സ് അവൻ പൊട്ടിച്ചു നോക്കുന്ന സമയത്ത് ഒരു പ്രഗ്നൻസി കിറ്റാണ്.
അതെ, മീര പ്രഗ്നന്റ് ആണ്. അർജുനും ഒരുപാട് സന്തോഷമായി. ഞാൻ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നിന്റെ അമ്മയുടെ ഒരു ചെയിൻ എനിക്ക് തരാമെന്നല്ലേ പറഞ്ഞിരുന്നത്? ആ ചെയിൻ എടുത്തുകൊണ്ട് വരുവാനായിട്ട് മീര പറയുന്നു. എന്നാൽ അത് കേട്ട് അർജുൻ ഇതും ഒരു ടാസ്ക് ആണോ എന്ന് ചിന്തിക്കും. അർജുൻ ആ ഒരു ചെയിൻ എടുത്തു കൊടുക്കുവാനായി മടിക്കുന്നു. അത് കാണുന്ന മീരയ്ക്ക് വല്ലാതെ സങ്കടം വരും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു വിവരം നിന്നോട് പറഞ്ഞ സമയത്ത് നീ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? എല്ലാം ഗെയിമിന്റെ രീതിയിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ് മീര അർജുനുമായിട്ട് വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു. ഈ ഒരു ഗെയിം വന്നതിന് ശേഷമാ നമുക്കിടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായും തുടങ്ങിയത്. എന്നെ കൊണ്ട് ഇനി ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് മീര കരഞ്ഞുകൊണ്ട് കാറിൽ കയറി പോകുവാനായി ഒരുങ്ങുന്നു. അർജുൻ അവളുടെ പിന്നാലെ ചെയ്തിട്ട്, മീര, നീ ഈ ഒരു ഗെയിമിൽ നിന്നും പുറത്തു പോകരുത്. നമുക്ക് ആ ഒരു പ്രൈസ് മണി വേണം. നന്നായി ജീവിക്കണമെങ്കിൽ നമുക്ക് കാശ് വേണമെന്നും അർജുൻ പറയുന്നു. അതിന് മറുപടിയായിട്ട് മീര പറയുന്നത്, എന്നു മുതൽ നമ്മൾ ഈ ഗെയിമിലേക്ക് പ്രവേശിച്ചോ അന്നു മുതൽ നമ്മൾക്കിടയിൽ പ്രശ്നമുണ്ടാകുവാനായും തുടങ്ങി. നമ്മൾ പതിയെ പതിയെ അകലുകയാണോ എന്നെനിക്കൊരു സംശയം. അവസാനം നമ്മുടെ കയ്യിൽ കാശ് വരുന്ന സമയത്ത് നമ്മൾ രണ്ടുപേരും രണ്ടു വഴിക്കാണെങ്കിലോ? നമുക്ക് ഈ ഒരു ഗെയിം ഒന്നും വേണ്ട, നമുക്ക് കിറ്റ് ചെയ്യാമെന്നും മീര പറയുന്നു. അവൾ പറയുന്നത് അർജുൻ കുറച്ചു നേരം ഒന്ന് ആലോചിക്കും. അവരുടെ രണ്ടുപേരുടെയും ജീവിതത്തിന്റെ സന്തോഷമാണ് വലുതെന്ന് അർജുൻ ചിന്തിച്ചിട്ട് നേരെ രണ്ടുപേരും അകത്തേക്ക് കയറി പോകുന്നു. കിറ്റ് ചെയ്യുവാനായിട്ട് അർജുന് സമ്മതിക്കും. ആദ്യം നീ കിറ്റ് ചെയ്യുമെന്നും മീര അവനോട് പറയുന്നു. അങ്ങനെ കിറ്റ് ചെയ്യേണ്ട ബട്ടണിൽ അർജുൻ പ്രസ് ചെയ്യും. അപ്പോഴേക്കും ആ മാസ്ക് ഇട്ടാൽ കൺഗ്രാറ്റുലേഷൻസ് മീര എന്ന് പറയുന്നു. അവൾ ആ ഒരു ടാസ്ക് പിൻ ചെയ്തിരിക്കുകയാണ്. അവൾക്ക് കൊടുത്ത ടാസ്ക് എന്തെന്നാൽ അർജുനെ കൊണ്ട് എങ്ങനെയെങ്കിലും ആ ഒരു ക്വിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്യിപ്പിക്കുക. അതാണ് അവൾക്ക് കൊടുത്ത ടാസ്ക്. അതോടുകൂടി ടാസ്കിൽ വിൻ ചെയ്ത് മീരയ്ക്ക് കുറച്ച് കാശും കിട്ടുകയാണ്. മീര അത്തരം ഒരു പ്രവൃത്തി ചെയ്തതിൽ അർജുൻ അവളോട് വല്ലാതെ ദേഷ്യം തോന്നുന്നു. അങ്ങനെ അവർക്ക് ഓരോ ടാസ്കുകളും കഴിയും തോറും രണ്ടുപേരുടെയും ഇടയിലുള്ള അകൽച്ച കൂടിക്കൂടി വന്നുകൊണ്ടേയിരുന്നു. അവസാനത്തെ ടാസ്ക് കൊടുക്കുകയാണ്. ആ ഒരു ടാസ്കോട് കൂടി ഗെയിം അവസാനിക്കുവാനായി പോവുകയാണ്. ആ ഒരു ടാസ്ക് രണ്ടുപേർക്കും സെപ്പറേറ്റ് ആണ് കൊടുക്കുന്നത്. മീരയ്ക്ക് കൊടുത്ത ടാസ്ക് എന്തെന്നാൽ അവരുടെ കോളേജിലെ കുറെ ഫോട്ടോ കൊടുത്തിട്ട് ഇതിൽ നിന്നും അർജുൻ ഇല്ലാത്ത ഫോട്ടോ സെലക്ട് ചെയ്യുക. ഇതാണ് അവൾക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക്. എന്നാൽ അർജുന് കൊടുത്തിരിക്കുന്ന ടാസ്ക് 4 ഓപ്ഷൻ തന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്. മീര എന്ത് കാരണത്തിനാലാണ് ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെന്റ് എടുത്തത്? അതായിരുന്നു അവന് കൊടുത്ത അടുത്ത ചോദ്യം. എന്നാൽ അവനാണെങ്കിൽ മെന്റൽ ഹെൽത്തിലാണ് പ്രസ് ചെയ്യുന്നത്. പക്ഷേ അത് തെറ്റായിരുന്നു. ഇനി അടുത്തത് ഒരു ചാൻസും കൂടിയുള്ളൂ. അതുകൊണ്ട് തന്നെ എത്രയും വേഗം മീരയുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് മീര എന്തിനാണ് ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിന് പോയതെന്ന് അന്വേഷിക്കുന്ന സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാര്യം അർജുൻ അറിയുന്നത്. അർജുന്റെ തലയിൽ ഇടി വീണതുപോലെയായി അത് കേട്ടപ്പോൾ. എന്തെന്നാൽ ഈ മീര കോളേജിൽ പഠിക്കുന്ന സമയത്ത് വരുൺ എന്ന പയ്യനുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു. ആ ഒരു കാര്യം അർജുനും അറിയാം. എന്നാൽ ഈ വരുൺ മീരയുമായി റിലേഷനിൽ ഇരിക്കവേ തന്നെ മറ്റൊരു പെണ്ണുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുന്നു. ആ ഒരു കാര്യം മീര അറിയുകയാണ്. അതോടുകൂടി വരുണുമായിട്ട് അവൾ ബ്രേക്കപ്പ് ആകുന്നു. വരുണുമായിട്ട് ബ്രേക്കപ്പ് ആയതിൽ പിന്നെ മീരയ്ക്കാണെങ്കിൽ വല്ലാത്തൊരു മാനസികാവസ്ഥയായിരുന്നു. ആത്മഹത്യക്ക് വരെ അവൾ ശ്രമിച്ചു. അതിൽ നിന്നെല്ലാം അവളെ പുറത്തു കൊണ്ടുവന്നത് അർജുനായിരുന്നു. അതുകൊണ്ട് തന്നെ അതുവരെയുള്ള കുറെ കാര്യങ്ങൾ അർജുൻ അറിയാം. പക്ഷേ എന്തിനാണ് അവൾ ഹോസ്പിറ്റലിൽ പോയതെന്നത് മാത്രം അർജുൻ അറിയത്തില്ല. സത്യത്തിൽ വരുണുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്ന സമയത്ത് മീര പ്രഗ്നന്റ് ആയി. ആ ഒരു കുഞ്ഞിനെ അബോർഷൻ ചെയ്ത് കളഞ്ഞു. ആ ഒരു വിവരമാണ് ഇപ്പോൾ മീരയുടെ കൂട്ടുകാരിൽ നിന്നും അർജുൻ അറിഞ്ഞത്. അർജുൻ ഉടനെ തന്നെ മീരയുടെ അടുത്ത് എത്തിയിട്ട് ഇത്തരമൊരു കാര്യം ചെയ്തിട്ട് നീ എന്താ ഇത്രയും വർഷമായിട്ട് നീ എന്നോട് പറയാതിരുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ആ ഒരു കാര്യം മീരയോട് ചോദിക്കുന്നു. മീര അത് കേട്ട് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. ഞാൻ 4 വർഷമായി നിന്നോടത് പറയുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു അർജുൻ, പക്ഷേ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല, സോറി അർജുൻ എന്ന് പറഞ്ഞിട്ടാണ് മീര കരയുന്നതും. ഇത്രയും വർഷമായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാത്തത് നിന്നെ കാരണമാ. നീ ചെയ്ത ഈ ഒരു തെറ്റുകൊണ്ട് മാത്രമാ നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരുന്നത്. നീ എന്ത് വലിയ തെറ്റാ നീ ചെയ്തത്, എന്നോടത് മറച്ചു വെച്ചതും അതിലും വലിയ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അർജുൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. മീര പൊട്ടിക്കരയുകയാണ്. അങ്ങനെ മീര ആ ഒരു സങ്കടത്തിൽ ബാത്ത് ടബിൽ പോയി കിടക്കുന്ന സമയം അവളുടെ അടുത്തേക്ക് അർജുൻ വരുന്നു. എന്തായാലും കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, നമുക്ക് പുതിയൊരു ജീവിതം ഇവിടെ നിന്ന് ആരംഭിക്കാം എന്ന് പറഞ്ഞിട്ട് അർജുൻ അവളുടെ തലയിൽ തടവിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് തന്നെ അവളെ ബാത്ത് ടബിൽ പിടിച്ച് മുക്കും. എന്നിട്ട് അതിൽ നിന്നും എങ്ങനെയെങ്കിലും മീര രക്ഷപ്പെട്ടിട്ട് നീ എന്താ എന്നെ കൊല്ലുവാനായി ശ്രമിക്കുകയാണോ എന്ന് ചോദിക്കും. അപ്പോൾ അർജുൻ പറയും, അല്ല, ഇതൊരു ടാസ്ക് ആണ്. അതിന് മറുപടിയായിട്ട് മീര പറയുന്നത്, എന്നെ കൊല്ലുവാനായി നോക്കിയിട്ട് നീ ഇതൊരു ടാസ്ക് ആണെന്ന് കള്ളം പറയുകയല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം, ചിലപ്പോൾ അല്ലായിരിക്കാം. എന്തായാലും നീ ഇതിന് ഡിസർവിംഗ് ആണെന്നും അവൻ പറയുന്നു.
അതേസമയം തന്നെ മാസ്ക് വെച്ച ആളാണെങ്കിൽ അടുത്ത കാര്യം അനൗൺസ് ചെയ്യുന്നു. ലാസ്റ്റ് നടത്തിയിരുന്ന ടാസ്കിൽ രണ്ടുപേരും ഫെയിൽ ആയതുകൊണ്ട് തന്നെ അവർക്ക് വീണ്ടും ഒരു ടാസ്ക് കൊടുക്കുകയാണ്. എന്തെന്നാൽ അവർ പ്രണയിച്ചു കൊണ്ടിരുന്ന സമയത്ത്, അവർ ഏറ്റവും നല്ല പ്രണയത്തോടു കൂടി ഇരിക്കുന്ന സമയത്ത് അവരൊരു പാട്ട് പാടുമായിരുന്നു. അതേ പാട്ട് അതേ ലവ് ഫീലിങ്ങോട് കൂടി വീണ്ടും പാടി റെക്കോർഡ് ചെയ്ത് അവരുടെ യൂട്യൂബ് ചാനലിൽ 5 മിനിറ്റിനകം പോസ്റ്റ് ചെയ്യുക. അതായിരുന്നു അവർക്ക് കൊടുത്ത അടുത്ത ടാസ്ക്. എന്നാൽ രണ്ടുപേർക്കും അതിന് വല്ലാത്ത ബുദ്ധിമുട്ട്. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് മീരയ്ക്കായിരുന്നു. കാരണം അതിന് കുറച്ചു മുൻപ് അവളെ അർജുൻ ബാത്ടബിൽ പിടിച്ച് മുക്കിയില്ലേ, ആ ഒരു ദേഷ്യം അവളുടെ മനസ്സിലിരിക്കുന്നുണ്ട്. ആ ഒരു ദേഷ്യം മനസ്സിലിരിക്കവേ എങ്ങനെയാ ഈ പാട്ട് അതേ ലവ് ഫീലിങ്ങോട് കൂടി ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുക എന്നതായിരുന്നു അവളുടെ ചിന്ത. സോറി, എനിക്ക് കഴിയത്തില്ല എന്ന് പറയുന്നതോടുകൂടി ആ ഒരു ടാസ്കിലും അവർ ഫെയിൽ ആവുകയാണ്. അതോടുകൂടി മാസ്ക് വെച്ചാൽ നിങ്ങൾ ഈ ഒരു ഗെയിമിൽ മുഴുവനായും ഫെയിൽ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗെയിം ഇവിടെ അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അയാളാണെങ്കിൽ എക്സിറ്റ് ആവുകയാണ്. ഇത്രയും ദിവസം അവർ നടത്തിയ എല്ലാ കഷ്ടപ്പാടുകളും വെറുതെ ആയി പോയിരിക്കുന്നു. എന്നാൽ അർജുന്റെയും മീരയുടെയും മനസ്സിൽ നല്ല അകൽച്ച വന്നത് കൊണ്ട് തന്നെ മീര തന്റെ സാധനങ്ങളെല്ലാം എടുത്ത് ആ ഒരു വീട്ടിൽ നിന്നും ഇറങ്ങി പോകുവാനായും തീരുമാനിച്ചു. അവൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയം തന്നെ അവർ കാശ് വാങ്ങിയിരുന്ന കുറെ ആൾക്കാരുണ്ടല്ലോ, അവരാണെങ്കിൽ വല്ലാത്ത പ്രശ്നമുണ്ടാക്കുന്നു. മീരയെ പിടിച്ചുകൊണ്ട് പോകുവാനൊക്കെ ശ്രമിക്കുന്ന സമയത്ത് അർജുനും പുറത്തേക്ക് വന്ന് അവരെയൊക്കെ തല്ലിയിട്ട് തന്റെ കാറ് കൊടുത്താണ് ആ ഒരു കേസ് എങ്ങനെയെങ്കിലും സെറ്റിലാക്കുന്നതും. അതിനുശേഷം രണ്ടുപേരും അകത്തേക്ക് വന്ന് സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ഓരോ സമ്പാദ്യങ്ങളും നഷ്ടമായി കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അർജുനടുത്തേക്ക് അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട അരുൾ എന്നൊരു ചേട്ടൻ വരും. എപ്പോഴും അർജുൻ ചേട്ടാ ചേട്ടാ എന്ന് വിളിച്ചാണ് അരുളിന്റെ പിന്നാലെ നടക്കുന്നതും. അരുളിന്റെ മകളാണെങ്കിൽ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. എത്രയും വേഗം സർജറി വേണം. പക്ഷേ സർജറി ചെയ്യുന്നതിന് 20 ലക്ഷം രൂപയും വേണം. അരുളിന്റെ കയ്യിലാണെങ്കിലോ 20 ലക്ഷം രൂപ എടുക്കാനില്ല. എന്നാൽ ഇപ്പോൾ അരുൾ വന്നിരിക്കുന്നത് ഒരു ഡയമണ്ട് നെക്ലസും കൊണ്ടാ. ആ ഒരു ഡയമണ്ട് നെക്ലസ് അർജുനെ കാണിച്ചിട്ട് എങ്ങനെയായാലും ഇതിനൊരു 30 ലക്ഷം രൂപ വില വരും, ഇത് നിങ്ങൾ എടുത്തിട്ട് എനിക്ക് 20 ലക്ഷം രൂപ തന്നാൽ മതിയെന്നും അരുൾ പറയുന്നു. എന്നാൽ അർജുൻ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ എവിടെ നിന്നാ അത്രയും കാശ്, എന്തായാലും ചേട്ടൻ അതിന് താ, ഞാൻ എന്റെ കൂട്ടുകാരോട് ആരോടെങ്കിലും ചോദിച്ച് ഇതെങ്ങനെയെങ്കിലും വിറ്റിട്ടായാലും കാശ് തരാമെന്നും അവൻ പറയുന്നു. അതേ സമയത്തായിരുന്നു അർജുന് വീണ്ടും പ്രൈവറ്റ് നമ്പറിൽ നിന്നും കോൾ വരുന്നത്. അർജുൻ കോൾ എടുക്കും. നിങ്ങൾക്ക് വീണ്ടും ഗെയിം കളിക്കുവാനായിട്ട് ഒരവസരം കൂടിയുണ്ട്. അതിൽ പങ്കെടുത്ത് അതിൽ വിജയിക്കുകയാണെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് 2 കോടി രൂപ കിട്ടും. അതിനു വേണ്ടിയിട്ടുള്ള ആദ്യത്തെ ടാസ്ക്, നിങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ കാശ് ചോദിച്ചൊരാൾ വന്നില്ലേ, അയാളെ 2 ദിവസം നിങ്ങളുടെ വീട്ടിൽ പിടിച്ചു നിർത്തണം. അയാളുടെ ഫുൾ കൺട്രോൾ നിങ്ങളുടെ കയ്യിലായിരിക്കണം. ആ ഒരു ടാസ്കിൽ നിങ്ങൾ വിജയിച്ചാൽ പഴയതുപോലെ 2 കോടി രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരുമെന്നും ആ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്നുള്ള ആൾ പറയുന്നു. അർജുൻ വീണ്ടും ഗെയിം കളിക്കുവാനായും തീരുമാനിക്കുന്നു. അതേസമയം പോകുവാനായി ഇറങ്ങുന്ന അരുളിനെ, ചേട്ടാ പോകരുതേ, എന്റെ കൂട്ടുകാരനോട് ഞാൻ സംസാരിച്ചു, അവൻ കാശുമായി വരാമെന്നാ പറയുന്നത്, ചേട്ടൻ അകത്തേക്ക് വാ, വെയിറ്റ് ചെയ്യാമെന്നും അർജുൻ പറഞ്ഞു. അതനുസരിച്ച് അരുളിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്നിട്ട് നേരെ വന്ന് മീരയോട് കാര്യം പറയും. നമുക്ക് വീണ്ടും ഗെയിം കളിക്കാം, നമ്മുടെ പ്രശ്നമെല്ലാം തീരും കാശ് കിട്ടിയാൽ എന്നുള്ള കാര്യം അവൻ പറയും. അങ്ങനെ മീരയും സമ്മതിക്കുകയാണ്. എന്നാൽ അന്നേ ദിവസം രാത്രിയായി. അരുളാണെങ്കിലോ അർജുന്റെ കൂട്ടുകാരൻ കാശ് കൊണ്ടുവരും എന്ന് കരുതി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയം അർജുന് വീണ്ടും അടുത്തൊരു ടാസ്ക് കൂടി കൊടുക്കുകയാണ്. 5 മിനിറ്റ് കൊണ്ട് നീ ആ അരുളിനെ കരയിക്കണം, അതാണ് നിനക്ക് തന്നിരിക്കുന്ന അടുത്ത ടാസ്ക് എന്ന് പറയുന്നു. അതനുസരിച്ച് ടെറസിൽ നിന്ന് തന്റെ മകളെ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്ന അരുളിനടുത്തേക്ക് അർജുൻ എത്തുകയാണ്. എന്താ ചേട്ടാ പ്രശ്നം, മകളെ കുറിച്ച് ആലോചിക്കുകയാണോ? ചേട്ടൻ മകളെ വീഡിയോ കോൾ വിളിക്ക്, എന്നിട്ട് സംസാരിക്കെന്നും അർജുൻ പറയുന്നു. അതനുസരിച്ച് അരുളാണെങ്കിലോ വീഡിയോ കോൾ വിളിച്ച് ബെഡിൽ കിടക്കുന്ന തന്റെ മകളോട് സംസാരിക്കും. മകളെ കാണുന്നതും അരുളിന് ഒരുപാട് സങ്കടം വരുന്നു. കാരണം അത്രയ്ക്ക് സീരിയസ് ആണ് മകളുടെ അവസ്ഥയും. മകളെ നോക്കി അരുൾ പൊട്ടിക്കരയും. 5 മിനിറ്റ് കൊണ്ട് അരുളിനെ അർജുൻ കരയിച്ചിരിക്കുന്നു. അങ്ങനെ ആ ഒരു ടാസ്കിൽ അർജുൻ വിൻ ചെയ്തിരിക്കുകയാണ്. ഒരാളെ കരയിച്ച് പണം സമ്പാദിക്കുന്നു, എന്തൊക്കെ കാര്യങ്ങളാ താൻ ചെയ്യുന്നത് എന്നൊക്കെ സങ്കടത്തോടെ അർജുനും ചിന്തിക്കുകയാണ്. എന്നാൽ മറ്റൊരു വശത്ത് മീരയ്ക്ക് കൊടുത്ത ടാസ്ക് അരുളിനെ സെഡ്യൂസ് ചെയ്യുക എന്നതായിരുന്നു. പക്ഷേ മീരയ്ക്ക് അതിന് കഴിയില്ല എന്ന് തന്നെ അവൾ പറയും. അത് കേൾക്കുന്ന അർജുനാണെങ്കിൽ എങ്ങനെയെങ്കിലും ഈ ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ആക്കണം, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് 2 കോടി രൂപ കിട്ടും. ആ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞിനെ കൂടി നീ ഒന്ന് ആലോചിക്കെന്നും മീരയോട് പറയുന്നു. ആ കുഞ്ഞിനെ പറ്റി ചിന്തിച്ച മീരയാണെങ്കിലോ ഉടനെ തന്നെ ടാസ്കിൽ പങ്കെടുക്കുവാനായും തീരുമാനിക്കുന്നു. അവൾ അരുളുള്ള റൂമിലേക്ക് പോകും. എന്നിട്ട് അവന്റെ കയ്യിലൊക്കെ പിടിച്ച് അവനെ സെഡ്യൂസ് ചെയ്യും പോലെയൊക്കെ അവൾ സംസാരിക്കുന്നു. അവസാനം അവൻ അതിൽ വീഴുകയാണ്.
അതേസമയം തന്നെ ഇവരെന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് റൂമിന് പുറത്തു നിന്ന് ഒളിഞ്ഞു നിന്ന് കേൾക്കുകയായിരുന്നു അർജുൻ. റൂം തുറന്ന് അവൾ പുറത്തേക്കിറങ്ങി വരുമ്പോൾ അർജുൻ അവളോട് വല്ലാതെ ദേഷ്യപ്പെടുന്നു. കാരണം നീ സംസാരിക്കുന്നതെല്ലാം കേട്ട് കഴിഞ്ഞാൽ റിയലായിട്ട് നീ അയാളെ സെഡ്യൂസ് ചെയ്യാൻ നോക്കുന്നത് പോലെയാണല്ലോ എന്ന് പറഞ്ഞാണ് അവൻ അവളോട് വഴക്ക് കൂടുന്നതും. ഇതെല്ലാം കേട്ടുകൊണ്ട് അരുളും പുറത്തേക്ക് വരുന്നു. നിങ്ങളെന്താ എന്നെ വെച്ച് നാടകം കളിക്കുകയാണോ? എട്, ഞാൻ കൊണ്ടുവന്ന ആ ഒരു ഡയമണ്ട് നെക്ലസ് ഇട്, ഞാൻ ഇവിടെ നിന്ന് പോകുവാൻ പോവുകയാ എന്നവൻ പറയുന്നു. അവരെത്ര അരുളിനെ തടയുവാനായി നോക്കിയിട്ടും പറ്റുന്നതേയില്ല. അവസാനം അരുൾ താൻ കൊണ്ടുവന്ന ബാഗുമെടുത്ത് അവിടെ നിന്ന് പോകുവാനായി ഇറങ്ങുന്ന സമയത്ത് ബാഗ് ഓപ്പണാക്കി നോക്കുമ്പോൾ അതിൽ ഡയമണ്ട് നെക്ലസിന് പകരം തോക്കാണ് ഇരിക്കുന്നതും. അരുൾ ടെറസിന് മുകളിലേക്ക് ചെന്നിട്ട് തോക്കെടുത്ത് വെടിവെച്ച് മരിക്കുവാനായിട്ട് നോക്കുന്നു. പക്ഷേ അതൊരു വെറും ഡമ്മി തോക്കായിരുന്നു. അത് മനസ്സിലാക്കിയ അരുളാണെങ്കിൽ മുകളിൽ നിന്നും താഴേക്ക് ചാടി ആത്മഹത്യ ചെയ്യും. താഴെ വീണ് അരുളിന്റെ തല പൊട്ടി ഒരുപാട് രക്തം വാർന്നുകൊണ്ടേയിരിക്കുന്നു. അരുൾ ജീവന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഓടി വന്ന അർജുനാണെങ്കിൽ അരുളിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് ചിന്തിക്കുമ്പോഴോ ആ ഒരു യെല്ലോ ലൈൻ കാണും. യെല്ലോ ലൈനിന് അപ്പുറത്തായിട്ടാണ് അരുൾ വീണ് കിടക്കുന്നതും. ആ യെല്ലോ ലൈൻ മുറിച്ച് കടന്നു കഴിഞ്ഞാൽ ഗെയിമിൽ നിന്ന് തന്നെ ഔട്ടായി പോകുന്നു. ഇനി ഒരു 5 മിനിറ്റ് കൂടിയുണ്ട് ഗെയിം കംപ്ലീറ്റ് ആകുവാൻ. കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ 2 കോടി രൂപയാണ് അവർക്ക് കിട്ടാൻ പോകുന്നതും. അതുകൊണ്ട് തന്നെ അർജുൻ അരുളിനെ രക്ഷിക്കത്തില്ല. അരുൾ അവിടെ കിടന്ന് മരണപ്പെട്ടു പോയി. 5 മിനിറ്റ് കഴിഞ്ഞതും 2 പേർക്കും 2 കോടി രൂപയും കിട്ടുകയാണ്. എന്നാലും അവർ സന്തോഷമേ അല്ല. കാരണം ആ ഒരു ഗെയിം കാരണം അരുളിന്റെ ജീവനാണല്ലോ പോയിരിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ അരുളിന്റെ ചെവിയിൽ ഇവരുടെ 2 പേരുടെയും ചെവിയിൽ ഉള്ളതുപോലെ തന്നെ ഒരു ഇയർ ബഡ്സ് കാണുന്നു. സത്യത്തിൽ ഈ അരുളും ഇവരെ പോലെ തന്നെ അതേ ഗെയിമിൽ തന്നെ വന്നിരിക്കുന്ന ഒരാളാണ്. അരുളിന്റെ ബിസിനസ് ഒക്കെ തകർന്ന് കടവുമായി മകൾ ഹോസ്പിറ്റലിൽ സീരിയസ് ആയിട്ട് കിടക്കുന്നു. എങ്ങനെയെങ്കിലും ഓപ്പറേഷനും നടത്തണം എന്നുള്ളൊരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്താണ് ഇവർക്ക് വന്നതുപോലെ തന്നെ ഒരു പ്രൈവറ്റ് നമ്പറിൽ നിന്ന് കോള് അവർക്ക് വന്നതും. അങ്ങനെ ഇവരെങ്ങനെയാണോ ഗെയിമിലേക്ക് എൻ്റർ ആയത് അതുപോലെ തന്നെ അവരും ഗെയിമിലേക്ക് എൻ്റർ ആയിരിക്കുന്നതും. എന്നാൽ ഓരോ ടാസ്കുകൾ നടക്കുന്നതിനിടയിൽ വെച്ച് അരുളിന്റെ വൈഫ് മരണപ്പെട്ടു പോയി. അരുളിന് കൊടുത്ത അവസാനത്തെ ടാസ്ക് ഈ അർജുനും മീരയ്ക്കും അടുത്തേക്ക് ഡയമണ്ട് നെക്ലസും കൊണ്ട് വരിക എന്നതായിരുന്നു. മാസ്ക് ഇട്ടാൽ കൊടുത്ത ഡയമണ്ട് നെക്ലസും കൊണ്ടാണ് അരുൾ അർജുനും മീരയ്ക്കും അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതും അരുളിന് കിട്ടിയ ഒരു ടാസ്ക് ആയിരുന്നു. എന്നാൽ അരുളാണെങ്കിൽ മരണപ്പെട്ടു പോയല്ലോ. അങ്ങനെ അർജുനും മീരയും അരുളിന്റെ മകളുടെ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ള കാശും കൊടുത്ത് ഓപ്പറേഷനും നന്നായിട്ട് നടന്നു. മകൾക്ക് ജീവനും തിരിച്ചു കിട്ടി. പക്ഷേ എന്നാലും അർജുനും മീരയ്ക്കും ഒരു സന്തോഷവുമില്ല. 2 പേരും ഗെയിം വിൻ ചെയ്ത് കാശ് കിട്ടിയെങ്കിലും അവർക്കൊരു സന്തോഷവുമില്ല. മനസ്സ് മുഴുവൻ കുറ്റബോധമാണ്. മറ്റൊരു വശത്ത് സിനിമാ നടനായ ശന്തനുവിന് ഇതേ പ്രൈവറ്റ് നമ്പറിൽ നിന്നും കോൾ വരികയാണ്. ശന്തനു കോൾ എടുക്കും. ഇവരെ 2 പേരെയും വിളിച്ച അതേ ആൾ തന്നെയാണ് ശന്തനുവിനെയും വിളിക്കുന്നത്. ഈ ഗെയിമിന്റെ കാര്യവും പറഞ്ഞുകൊണ്ട് ശന്തനു കോൾ എടുത്ത് ആ ഒരാളുമായിട്ട് സംസാരിക്കുന്നതും കാണിച്ചുകൊണ്ട് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇവരെ പോലെ തന്നെ ഒരുപാട് പേരെ അയാൾ ഗെയിമിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള സൂചനയാണ് അവിടെ നൽകുന്നതും. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.